ഗതികേട് കൊണ്ട് പ്രതികരിക്കുക. ഗതികേട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഗതികേട് കൊണ്ട് പ്രതികരിക്കുകയാണ്. അവരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിന്ന് മടുത്തു. 3,85,000 രൂപ റെഡി കൊടുത്ത് എടുത്ത വണ്ടിയാണ്. പുത്തൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ട് തന്നിട്ട് ഓടാൻ തുടങ്ങിയ അന്ന് 50 കിലോമീറ്റർ പോലും ഓടുന്നതിനപ്പുറം ആക്സിൽ ഒരു വഴി കിടന്നു. കാരണം ഇനിയും കയ്യിലൊന്നുമില്ല ഇതിനു വേണ്ടി മുടക്കാനുമൊന്നും. അത്രയും ഒരു ദയനീയ അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത്. ജീവിക്കാൻ വേണ്ടിയാ ഇത് കൊണ്ടുപോയാലേ നമുക്ക് നാളെ 10 രൂപ അരി മേടിക്കാൻ പറ്റൂ. പുതിയതായി വാങ്ങിയ ഓട്ടോറിക്ഷ ആദ്യ ദിനം തന്നെ തകരാറിലായി. തകരാർ പരിഹരിച്ച് നൽകുന്നില്ല എന്നും വിളിച്ചിട്ട് ഷോറൂം അധികൃതർ ഫോൺ പോലും എടുക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കുടുംബം ഷോറൂമിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പെരുമ്പനച്ചിയിലുള്ള ABM മോട്ടോഴ്സിൻ്റെ ഷോറൂമിന് മുന്നിലാണ് ഇത്തരത്തിലൊരു കുടുംബം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. മാടപ്പള്ളി സ്വദേശിയായിട്ടുള്ള പ്രമോദ് കുമാറാണ് 3,85,000 രൂപ മുടക്കി ഒരു പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നത്. ആ വാഹനമാണ് ആദ്യ ദിനം തന്നെ തകരാറിലായത്. പിന്നീട് ആ വാഹനം തകരാർ പരിഹരിച്ച് നൽകാൻ ഷോറൂം അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. നിരന്തരമായി വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നാണ് പ്രമോദ് കുമാർ പറയുന്നത്. ഞാൻ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇല്ലിമൂട് ABM ഷോറൂമിൽ നിന്ന് ആപ്പയുടെ അൾട്ര എന്ന ഇലക്ട്രിക് വണ്ടി എടുത്തു. ജൂലൈ 13-ാം തീയതിയാണ് വണ്ടി എനിക്ക് ഡെലിവറി ചെയ്യുന്നത്. എനിക്ക് 2 ദിവസം ആ വണ്ടിക്കിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ വണ്ടി വീട്ടിലിട്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ടോപ്പ് അടിക്കാനും ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വ്യാഴാഴ്ച കൊണ്ട് ചെയ്തിട്ട് വെള്ളിയാഴ്ച 24-ാം തീയതി ഓട്ടം തുടങ്ങി അന്ന് ഏകദേശം 4:30 ആയപ്പോഴത്തേന് ഈ പുതിയ വണ്ടിയുടെ ആക്സിൽ ഒരു വഴി പോയി, ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ആദ്യ ദിവസം തന്നെ അതിൻ്റെ ആക്സിൽ ഒരു വഴി പോയി. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. കാരണം പുതിയ വണ്ടി, പുത്തൻ വണ്ടിയാണ്. നമുക്ക് ഒരു സംശയമില്ലായിരുന്നു. കാരണം തൊട്ടടുത്തുള്ള ഡീലറാണ് എന്നുള്ള വിശ്വാസം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയി. അവരെ അന്നേരം തന്നെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അവരതിനെക്കുറിച്ച് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അവരതിന് വീണ്ടും അതിൻ്റെ ഒരു ഫോളോ അപ്പ് അന്നുണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ തൊട്ട് വിളിച്ചിട്ട് അവർ വീണ്ടും അത് ചെയ്തില്ല. വൈകുന്നേരം 7:30 ആയപ്പം ടെക്നീഷ്യൻ വന്നു 9:30 ആയപ്പോൾ രാത്രി 9:30 എനിക്ക് വണ്ടി തന്നു, ശരിയാക്കി തന്നു കഴിഞ്ഞ് വീണ്ടും ഞാൻ പിറ്റേ ദിവസം വണ്ടി ഓടാൻ തുടങ്ങി വീണ്ടും ഈ കംപ്ലയിൻറ്റ് കാണിക്കുന്നു, ഭയങ്കര അടിപ്പ് കയറുന്നു. അപ്പം തന്നെ നമ്മളവിടെ ഇവരെ വിളിച്ച് ഇൻഫോം ചെയ്തു. ഇവിടുത്തെ ബ്രാഞ്ച് മാനേജറെ വിളിച്ച് ഇൻഫോം ചെയ്തെങ്കിലും അവർ ഇപ്പം ടെക്നീഷ്യൻ വരും എന്ന രീതി പറഞ്ഞ് നമ്മളായിട്ട് വലിപ്പിച്ചിട്ട് അന്ന് വന്നില്ല. പിറ്റേ ദിവസം 28-ാം തീയതി രാവിലെ ജൂലൈ വണ്ടി കൊണ്ടുപോയി. അന്ന് വൈകുന്നേരം എനിക്ക് വണ്ടി എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് ആപ്പയുടെ ഒരു ഡ്രൈവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇന്നിപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് വണ്ടി തിരിച്ചു കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ GM-നെ ആണെങ്കിലും അതിലെ മാനേജറെ ആണെങ്കിലും ടെക്നീഷ്യനാണെങ്കിലും വിളിച്ചാൽ ഇവർ സമയത്ത് ഫോൺ എടുക്കത്തില്ല. അത് തന്നെയല്ല, നമ്മളൊരു പുതിയ വണ്ടി എടുത്തുകൊണ്ടിറങ്ങി നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടും. ധനനഷ്ടം, മാനഹാനി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. നമുക്ക് മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ട്. ഞാൻ ഇല്ലാത്ത പൈസ കടം മേടിച്ച്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒരു വണ്ടി CC എടുത്താൽ ഉണ്ടാകുന്ന ബാധ്യത. അത് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമാണ് ഇവിടെ നിരന്നിരിക്കുന്നത്. എൻ്റെ അമ്മ 75 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണ്. എൻ്റെ 2 മക്കൾ. ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്. എനിക്കും അസുഖങ്ങളും കാര്യങ്ങളും. എൻ്റെ 2 മക്കൾ പഠിക്കുന്നു. അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. അത് കടം മേടിച്ചിട്ടാണ്. CC അല്ലെങ്കിലും ഞാൻ കടം മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ കിടന്ന മോതിരം വരെ ഊരി പണയം വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫണ്ട് ഉണ്ടാക്കി ഇവിടെ വന്ന് റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി എടുത്തു. പക്ഷേ തിരിച്ചവർ അതിനെ റെസ്പോണ്ട് ചെയ്തു. എത്ര രൂപയാണ് ഈ വണ്ടിയുടെ വില? എത്ര രൂപയായി? 3,85,000 രൂപ റെഡി കൊടുത്ത് എടുത്ത വണ്ടിയാണ്. ഒന്നാം ദിവസം തന്നെ ഓടിയാന്ന് ഓട്ടം പൂർത്തിയാക്കുന്നത് 4:30 മണിയായപ്പം കൂടി വന്ന ഒരു 50-60 കിലോമീറ്റർ ഓടിയപ്പോഴത്തേന് വണ്ടി വഴി പോയി. ആക്സിൽ ഊരിയാണ് പോയത്. എന്ത് സംവിധാനമാണെന്ന് നമുക്കറിയില്ല. ഒരു പുത്തൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ട് തന്നിട്ട് ഓടാൻ തുടങ്ങിയ അന്ന് 50 കിലോമീറ്റർ പോലും ഓടുന്നതിനപ്പുറം ആക്സിൽ ഒരു വഴി കിടന്നു. അതിന് ഇപ്പോഴും വീണ്ടും അവരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. എൻ്റെ ജനറൽ മാനേജർ ഫോൺ എടുക്കുന്നില്ല, ഈ ടെക്നീഷ്യൻ ഫോൺ എടുക്കുന്നില്ല. ഇതുപോലൊരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത്. ഇതുപോലുള്ള ഈ മുതലാളിമാരുടെ കുത്തക അവസാനിപ്പിച്ച് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട തൊഴിലാളികൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇലക്ട്രിക് വണ്ടിയാണല്ലേ? ഇലക്ട്രിക് വണ്ടിയാണ്. ഒരു 3.5 മണിക്കൂർ ചാർജ് ചെയ്താൽ 230 കിലോമീറ്റർ ഓടാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കിതൊന്ന് ഓടിയാലേ ഇതറിയാൻ പറ്റും കറക്റ്റ്. നമ്മൾ ഇതുവരെ ഓടാൻ പറ്റിയിട്ടില്ല. വണ്ടി കംപ്ലൈൻ്റാണ്. പഴയ വണ്ടി ഇപ്പം 13 വർഷം പഴക്കമായ വണ്ടിയാണ് എൻ്റെ ഇരിക്കും. സ്വാഭാവികമായിട്ടും അതിന് കംപ്ലൈൻറ്റുകൾ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു വണ്ടി മേടിച്ചാണ്. ഈ വണ്ടി നമ്മൾ കൊണ്ടുപോയിട്ട് ഇനി എന്നാ വിശ്വസിച്ച് നമ്മൾ കൊണ്ടുപോകും. കാരണം ഇനിയും കയ്യിലൊന്നുമില്ല ഇതിനു വേണ്ടി മുടക്കാനുമൊന്നും. അത്രയും ഒരു ദയനീയ അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത്. 3 മണിക്കുള്ളിൽ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞു. 3-ന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ആരും ഇതുവരെ ഒരക്ഷരം പോലും നമ്മളോട് പ്രതികരിച്ചിട്ടില്ല. ഈ ഷോറൂമിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലേ? ഷോറൂമിൽ ഒരു സ്റ്റാഫ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ എന്ന് പറയുന്ന അയാളെ ഞാൻ വിളിച്ചിരുന്നു. അയാൾ വിളിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല. അയാൾ ഇതിൻ്റെ അകത്ത് പ്രതികരിക്കുന്നില്ല ഇത്ര നേരമായിട്ട്.
ഈ ഷോറൂമിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അവർ കൈമലർത്തുകയാണ്, അവർക്കൊന്നും അറിയത്തില്ല. കാരണം അവർ വിളിച്ചിട്ട് പോലും ആരും എടുക്കുന്നില്ല. ഇതാണ് അവസ്ഥ. 3.25 ലക്ഷം രൂപ മുടക്കി വണ്ടി വാങ്ങിയ ഒരു വ്യക്തിയുടെ അവസ്ഥയാണല്ലേ? അതെ 3.25 രൂപ കള്ളക്കടം മേടിച്ചുണ്ടാക്കിയതാണ്. അല്ലാതെ ലോട്ടറി അടിച്ച് കിട്ടിയതോ അതുപോലെ വേറെ ഒരു തരത്തിൽ കിട്ടിയ പൈസയല്ല. കള്ളക്കടം മേടിച്ച്, ഞാൻ പറഞ്ഞല്ലോ 32 വർഷമായിട്ട് എൻ്റെ കയ്യിൽ കിടന്നൊരു മോതിരം അതുകൂടെ ഊരി പണയം വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. ഒരു പൈസ കടവില്ലാതെ റെഡി ക്യാഷ് കൊടുത്ത് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. ഇനിയിപ്പോൾ എന്താ താങ്കളുടെ തീരുമാനം? എന്താ, വണ്ടി കിട്ടാതെ ഇവിടുന്ന് പോകത്തില്ലേ? വണ്ടി കിട്ടാതെ പോകില്ല. വണ്ടി കിട്ടാതെന്നല്ലത് എനിക്ക് താല്പര്യമില്ല ഇനിയിപ്പോൾ ആ വണ്ടിയോട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കംപ്ലൈൻ്റ് ഉള്ള വണ്ടി ഇവർ അതിനെക്കുറിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. ആ വണ്ടിയും കൊണ്ട് വന്ന് നമ്മൾ വീണ്ടും വഴി കിടന്നാൽ ഇവർ ഈ പറഞ്ഞ ഒരു 5 വർഷം വാറണ്ടിയാണ് ഇതിന് പറയുന്നത്. ബാറ്ററിക്കും വണ്ടിക്കും 5 വർഷം വാറണ്ടിയാണ് പറയുന്നത്. ഈ വണ്ടി എന്നും കംപ്ലൈൻ്റ് ആണെങ്കിൽ എനിക്ക് ഷോറൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം കാണത്തില്ല. അത് തന്നെയല്ല, ഇവരുടെ അപ്ഡേറ്റ് കറക്റ്റ് അല്ല. കാരണം ഇവർ പെട്ടെന്ന് കൊണ്ട് കംപ്ലൈൻറ്റ് തീർത്ത് തരുവാണെങ്കിൽ വാറണ്ടി ശരിയാണോ ഒക്കെ. പക്ഷേ ഇതല്ലല്ലോ. ഓട്ടോറിക്ഷക്കാരൻ ഒരു ദിവസം ഓടിയില്ല, അവൻ്റെ വീട്ടിൽ കഞ്ഞി വേവില്ല. ആ അവസ്ഥയാണ്. അത് മനസ്സിലാക്കാം. ഒരു പുത്തൻ വണ്ടി എടുത്ത് ഓടിയാന്ന് തന്നെ വഴി കിടക്കുക. എന്നിട്ട് പോട്ട് അത് റീപ്ലേസ് ചെയ്ത് തരുന്നുണ്ടോ? തരുന്നപ്പോൾ അവർക്ക് തോന്നുന്നത് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. 3ാമത്തെ ദിവസമാണ് ഇന്ന് ഒരു വണ്ടി കൊണ്ടുപോയിട്ട്. ഈ ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു. ഞാൻ എടുത്തിരുന്ന ലക്ഷറി കാറൊന്നുമല്ല, ഒരു ഓട്ടോറിക്ഷ, ഒരു കുടുംബം, 5 അംഗം അടങ്ങുന്ന ഒരു കുടുംബം, രോഗിയായ അമ്മ, ഞാനും രോഗിയാണ്. ഞങ്ങളുടെ കുടുംബം ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം കഴിയണമെങ്കിൽ പാടെന്ന് ആലോചിച്ചു. എൻ്റെ 2 മക്കൾ പഠിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ ചെലവ്, വീട്ടു ചെലവ്, കറണ്ട് ചാർജ്, വേറൊരു വരുമാനമില്ല ഞങ്ങൾക്ക്. ഇതുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് ഇവർ. ഇതിൻ്റെ GM ഒക്കെ ലക്ഷങ്ങൾ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്കൊന്നും ഞങ്ങളുടെ ഒന്നും വേദന അറിയത്തില്ല. ഓട്ടോറിക്ഷക്കാരുടെ വേദന അറിയത്തില്ല. ജീവിക്കാൻ വേണ്ടിയാണ്. ഇത് കൊണ്ടുപോയാലേ നമുക്ക് നാളെ 10 രൂപ അരി മേടിക്കാൻ പറ്റൂ. ഇതുകൊണ്ട് മാത്രമേ സാധിക്കൂ. ഇതാണ് അവസ്ഥ. ഗതികേട് കൊണ്ട് പ്രതികരിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഗതികേട് കൊണ്ട് പ്രതികരിക്കുകയാണ്. ഇതിന് ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ, കാരണം അവരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിന്നൊന്നും മടുത്തു. കാരണം ഈ ഒരു പ്രത്യേക ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഫോൺ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല, അതിന് പരിഹാരം കാണുന്നില്ല. ഈ ഒരവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ABN മാനേജ്മെൻറ്റിൻ്റെ അതിൻ്റെ GM എന്ന് പറയുന്ന വ്യക്തി ഒരു കാരണം വെച്ചാലും ഫോൺ എടുക്കില്ല. വ്യക്തമായ ഒരു മറുപടി ഇപ്പം തരാമെന്ന് പറഞ്ഞ് നമ്മളെ ആടിനെ പ്ലാവിലെ കാണിച്ച് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക വരുമാനമാണ് എൻ്റെ മോൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പം അതില്ലാതായിട്ട് ഇത്രയും ദിവസമായി. ഞങ്ങൾ 2 പേരും രോഗികളാണ്. ഏറ്റവും മരുന്ന് വേണ്ടവരാണ്. അത് മേടിക്കാനുള്ള നിവൃത്തി ഇപ്പം ഇല്ലാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. എനിക്ക് വയസ്സ് 75 ഞാനിവിടെ വന്നിരിക്കേണ്ട ഒരു ഗതികേട് ഇവർ വരുത്തി എനിക്ക്. ഞാൻ വീട്ടിൽ പകുതി സമയം കിടക്കുക. ഇന്ന് വന്നിട്ടിപ്പം 3 മണിക്ക് മുമ്പ് 2:30 ആയപ്പോൾ ഇവിടെ വന്നതാണ്. എനിക്കൊന്നും കിടക്കാൻ പറ്റുന്നില്ല. ഈ വിഷയം പരിഹരിച്ച് നൽകാതെ ഷോറൂം അടയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുടുംബം ഷോറൂമിന് മുന്നിൽ കുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ അടിയന്തരമായി തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ് ABM മോട്ടോഴ്സിന്റെ വിശദീകരണം. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.